എല്ലാവർക്കും നമസ്കാരം. ഡേ ടു ഡേ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് ഒരു അയിലക്കറിയാണ് കേട്ടോ. കുടമ്പുളിയൊക്കെ ഇട്ട് പച്ച തേങ്ങയെല്ലാം അരച്ചിട്ടുള്ള ഒരു അയിലക്കറി, കിടിലൻ അയിലക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിനായി ഞാൻ 1/2 കിലോ അയിലയാണ് എടുത്തത്. അല്ല അധികം വലുതല്ലാത്ത ഒരു മീഡിയം സൈസ് അയിലയാണിത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഏറ്റവും ആദ്യം. അപ്പോൾ ഇതാ ഞാൻ അയിലെല്ലാം മുറിച്ച് ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് അതിൻ്റെ അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം കേട്ടോ. ആദ്യമായി തന്നെ ഞാൻ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 വെളുത്തുള്ളി അല്ലി, അതിൽ കൂടുതൽ എടുക്കണ്ട കേട്ടോ, പിന്നെ ചുവയ്ക്കുന്നതാണത്. പിന്നെ ഞാൻ എടുക്കുന്നതാണ് 2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയാണ് എടുക്കുന്നത്. ഇപ്പോൾ എരിവുള്ള മുളക് പൊടി താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ചേർക്കുന്നതാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി അതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടി. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു കൊഴുപ്പിന് വേണ്ടി ചേർക്കുന്നതാണ് കേട്ടോ, സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി 1/4 ടീസ്പൂൺ ജീരകം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം. അപ്പോൾ ഇത്രയുമാണ് പിന്നെ അയിലക്കറിക്ക് അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ ഇത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അയിലെല്ലാം ക്ലീൻ ചെയ്തെടുത്തത് ഞാൻ വെക്കാൻ ആവശ്യമായ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അയില മുറിക്കുന്ന സമയത്ത് അയില മുറിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് വെക്കുന്നുണ്ടെങ്കിൽ അതിൽ ഉപ്പിട്ട് വെക്കണം കേട്ടോ. പെട്ടെന്ന് വെക്കുന്നതാണെങ്കിൽ ഉപ്പിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഉപ്പിട്ട് വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുറിച്ച് വെച്ച മീനിൽ നിന്നല്ലേ ഒരു കുറച്ച് വെള്ളം ഇങ്ങനെ വലിയാനുണ്ട്. അപ്പോൾ അത് ഊറ്റി കളഞ്ഞിട്ട് പിന്നെ വെക്കാനാവുന്ന സമയത്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ് എടുത്തത്. അപ്പോൾ ഞാൻ വെക്കാൻ ആവശ്യമായ ചട്ടിയിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും, പിന്നെ ഒരു പച്ചമുളകല്ല, ഇത് പഴുത്ത മുളകാണ് കേട്ടോ, പഴുത്ത് പോയതാണ്. അപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് 2 ചുള കുടംപുളി മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. ഇതൊരു കൂടുതൽ എടുക്കരുത്, പിന്നെ പുളിയായിട്ട് ഒരുപാട് കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് കൂടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല നാടൻ കുടംപുളിയാണ് കേട്ടോ, ഇപ്പോൾ പീടിയിൽ നിന്ന് മേടിച്ചതല്ല. ഇനി അതിലേക്ക് നമ്മൾക്ക് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണ് ചാറ് വേണ്ടുന്നത് അതിനാവശ്യമായ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ചൊന്നൊരു പാകത്തിനെത്തണമല്ലോ, കഷ്ണങ്ങളൊക്കെ വെന്തിട്ട്. അപ്പോൾ ഞാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയുടെ ഇല കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഗ്യാസ് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കണേ. അപ്പോൾ ഇത് അടച്ച് വെക്കുന്ന സമയത്ത് പകുതി കണ്ടിട്ട് അടച്ച് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ തേങ്ങ കൂട്ടിയത് കൊണ്ട് എല്ലാം തിളച്ചിട്ട് പുറത്തേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ കറിവിന് ഒന്നിനും കൊള്ളൂല, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ അരപ്പെല്ലാം ചേർത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്, എരിവൊക്കെ ഉണ്ട്. ഇനി നമ്മൾക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ചാറൊക്കെ കുറുകി കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് 3-4 ചെറിയ ഉള്ളി മുറിച്ചത് വറവിട്ട് കൊടുക്കാം. സവാള എടുക്കാം കേട്ടോ. അപ്പോൾ സവാളേനെ കാട്ടിയും കൂടുതൽ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്, അതുകൊണ്ട് ഇതെടുത്തേ ഉള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സവാള എടുക്കാം, അല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അതിൽ വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചത് നമുക്ക് അയിലക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
അപ്പം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ അയിലക്കറി, പച്ച തേങ്ങ അരച്ച് കുടംപുളിയിട്ട് അയിലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അയില മേടിക്കുന്ന സമയത്ത് പിന്നെ ഇതുപോലെ പച്ച തേങ്ങ അരച്ച് കുടംപുളിയൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ വറ്റിച്ചെടുക്കണ്ട. അപ്പോൾ ചട്ടിയിൽ ചൂട് കൊണ്ട് തന്നെ കുറേ സമയം ഇരിക്കുന്ന സമയത്ത് ഒന്ന് വറ്റിക്കോളും. അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവാണ്. ഇനിയിപ്പോൾ ഈ ചൂട് കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ക്ലിയർ ആവും വറ്റിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ പിന്നെ എല്ലാവർക്കും ബൈ. അതിനു മുന്നേ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.